വീട്ടിൽ തന്നെ നമുക്ക് ഡിന്നർ റോൾ അഥവാ പാവ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ്സ് ഇത് കവർ ചെയ്ത് വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും നമുക്ക് ഡയറക്റ്റ്ലി മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1/4 കപ്പ് ബട്ടർ, 50 ഗ്രാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒരു സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഓയിൽ ഗ്രീസ് ചെയ്തൊരു ബൗളിനകത്ത് 1 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഡബിൾ സൈസ് ആവുന്നിടം വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഓയിൽ ഗ്രീസ് ചെയ്ത ഒരു ബൗളിനകത്താണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഒരു ക്ലീൻ റാപ്പ് വെച്ച് ഞാനിത് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഏകദേശം 1 അവർ ഞാനിത് വെച്ചു. നമുക്കിതിൻ്റെ എയർ കളഞ്ഞു കൊടുക്കാം. നമുക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കണം. ബട്ടർ ഗ്രീസ് ചെയ്ത ഒരു ബേക്കിംഗ് ട്രേ ആണിത്. ഇതുപോലെ ബോൾസ് ആക്കി നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം സെയിം സൈസ് ആവണമെന്നൊന്നുമില്ല. വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് കൂടെ ക്ലിം റാപ്പ് വെച്ച് കവർ ചെയ്ത് വെക്കണം. ഇതിവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. എഗ് വാഷ് വെച്ച് ഞാനിത് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 80 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഡിന്നർ റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.